ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ജാതിക്ക അച്ചാർ. ജാതിക്ക അച്ചാർ എന്ന് പറയുമ്പോൾ ജാതിക്കയുടെ പുറംതോടായ മാംസതളമായ ഭാഗമാണ് നമ്മളിന്ന് ഉപയോഗിച്ച് അച്ചാറിടാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ മാംസതളമായ തോടിൽ നിന്നാണ് ജാതിപത്രയും ജാതിക്കയും ലഭിക്കുന്നത്. അത് നമ്മൾ മസാലകൾക്കും ആയുർവേദ പച്ചമരുന്നുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട്. ആദ്യമായി കഴുകി വെച്ചിരിക്കുന്ന ഈ പുറംതോട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. ഏകദേശം മാങ്ങ അരിഞ്ഞു വെക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ വേണം ഇത് അരിഞ്ഞെടുക്കാൻ. വളരെ എളുപ്പത്തിൽ വീടുകൾ തയ്യാറാക്കാൻ കഴിയുന്ന ഒന്നാണ് ജാതിക്ക അച്ചാർ. ആദ്യമായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് കടുകെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് അത് പൊട്ടിക്കുക. തുടർന്ന് കുറച്ച് വറ്റൽമുളക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, അതുപോലെ തന്നെ കായപ്പൊടി, ഉലുവാപ്പൊടി ഇവ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജാതിക്ക അരിഞ്ഞത് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഈ ജാതിക്ക അച്ചാർ തയ്യാറാക്കുന്നത് എൻ്റെ അമ്മയാണ്. ഇത്തരത്തിലുള്ള പാചകത്തിൽ ഒട്ടേറെ തഴക്കവും പഴക്കമുള്ളതുകൊണ്ട് ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരു കണക്കിലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഏതായാലും അത് കൃത്യമായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വളരെ ചെറിയ തീയിൽ മാത്രമേ ഇത് തയ്യാറാക്കാവൂ. ഇനി നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഈ ജാതിക്കയ്ക്ക് നല്ല ഒരു പുളിപ്പുള്ളത് കൊണ്ട് കുറച്ച് മധുരം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. വളരെ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഇത് വാങ്ങാറാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് ഇളക്കി ഇത് എടുക്കാവുന്നതാണ്. തുടർന്ന് ഇത് ചൂടാറിയതിന് ശേഷം ഗ്ലാസ് പോലുള്ള പാത്രങ്ങളിലോ ഭരണിയിലോ സൂക്ഷിച്ച് വെച്ചാൽ മാസങ്ങളോളം ഇത് കേടുകൂടാതെ ഇരിക്കും. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കഞ്ഞിക്കോ അതുപോലെ തന്നെ നമ്മുടെ ചോറിനൊപ്പമോ നല്ല സ്വാദിഷ്ടമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് അതിഥിയോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട്? അപ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കിയ ഈ ജാതിക്ക അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീടുകളിൽ തയ്യാറാക്കുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വ്യത്യസ്തങ്ങളായ വീഡിയോകൾ വരുന്നതായിരിക്കും.